നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഓപ്ഷൻ സെല്ലിംഗ് പ്രോ സ്ട്രാറ്റജി പഠിച്ച് അതിശക്തമായിട്ട് മാർക്കറ്റിൽ അപ്ലൈ ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. അപ്പം ഏകദേശം 3 മാസമായി നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ട്, ഈ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്ന് ആ ഒരു ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജി കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് ജോയിൻ ചെയ്ത് പ്രാക്ടിക്കലായിട്ട് ലൈവ് എൻട്രി എടുത്തവർക്ക് തീർച്ചയായിട്ടും അതിശക്തമായിട്ടുള്ള ഒരു റിട്ടേൺ ജനറേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് 3 മാസമായിട്ട് എടുത്ത എൻട്രീസിൻ്റെ ഒരു സമ്മറിയാണ് ഇവിടെ നിങ്ങളെ വെളിപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത് ഉപകാരപ്രദമാകും. ഓപ്ഷൻ സെല്ലിങ്ങിലൂടെ തീർച്ചയായിട്ടും ഒരു സിംഗിൾ സ്ട്രാറ്റജിയിലൂടെ റെഗുലറായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് ആദ്യമേ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു എഫേർട്ട് എടുക്കണം, അതൊന്ന് പഠിച്ചെടുക്കുന്നതിന് വേണ്ടി. അതിനുശേഷം നമുക്ക് പതിയെ മാർക്കറ്റിൽ അത് അപ്ലൈ ചെയ്ത് നമുക്ക് ലൈഫ് ലോങ്, അതായത് നമ്മുടെ ജീവിതകാലം മുഴുവനും മാർക്കറ്റിൽ ഇത് അതിമനോഹരമായിട്ട് ഇത് അപ്ലൈ ചെയ്ത് നല്ലൊരു റിട്ടേൺ ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം 2022 ഡിസംബർ മാസമാണ് ഈ ഒരു ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജി ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാൻ തുടങ്ങിയത്, ലൈവായിട്ട് എൻട്രീസ് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം അതിനുശേഷം ഏകദേശം 2023 മാർച്ച് മാസം ജസ്റ്റ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം ഏകദേശം ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, അപ്പോൾ 3 മാസത്തെ കംപ്ലീറ്റ് സമ്മറിയാണ് ഞാനിവിടെ വെളിപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ക്വാർട്ടർലി സമ്മറി ഓഫ് ഓപ്ഷൻ സെല്ലിംഗ് പ്രോ സ്ട്രാറ്റജി. അപ്പം നമുക്ക് ഈ ഒരു താഴെ ഞാനിവിടെ ഡേറ്റ കാണാൻ സാധിക്കും, അതുപോലെ തന്നെ ഇവിടെ ഒരു ചാർട്ട് കാണാൻ സാധിക്കും. അപ്പം ആദ്യമേ ഈ ഡേറ്റയിലൊന്ന് വരാം. ഡേറ്റയ്ക്കകത്ത് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ മെയിനായിട്ട് എൻട്രി ചെയ്തത്. ഒന്ന് പ്രോഫിറ്റ് ഗ്രോത്ത് പെർസെൻറ്റേജ്, അതുപോലെ തന്നെ പ്രോഫിറ്റ് പെർ വീക്ക് പെർസെൻറ്റേജ്. അപ്പം ആദ്യമേ നമ്മൾ ഇവിടെ മുകളിൽ ഡേറ്റ്സും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഡേറ്റ, ഈ ഒരു പ്രോഫിറ്റ് പെർ വീക്ക് എന്ന് പറയുന്നത് 2022 ഡിസംബർ 8 തീയതിയിലെ വീക്കിലി എക്സ്പയറി ട്രേഡിൽ, അതായത് നമ്മൾ വീക്കിലെടുത്ത എൻട്രി, ഒരു സിംഗിൾ ട്രേഡിൽ ഉണ്ടായ പ്രോഫിറ്റാണ് 0.67%. അതുപോലെ തന്നെ 15 ഡിസംബർ 2022 എടുത്ത വീക്കിലി ട്രേഡിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയ പ്രോഫിറ്റാണ് 0.79%. അതുപോലെ നമുക്ക് ഓരോ ഡേറ്റ്സിൻ്റെയും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയ പ്രോഫിറ്റ്സ് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ 2022 ഡിസംബറിൽ വീക്കിലി ട്രേഡിൽ, അതായത് നമ്മൾ വീക്കിലി എടുത്ത എൻട്രിയിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയ പ്രോഫിറ്റാണ് -0.32. ഇവിടെ ഞാനൊരു മൈനസ് ഇട്ടിട്ടില്ല, അവിടെ മൈനസാണ് 0.32. അപ്പം ആ ഒരു വീക്കിലൊഴിച്ച് ബാക്കി എല്ലാ വീക്കിലും ടോട്ടൽ ഏകദേശം നമുക്കിവിടെ കാണാൻ സാധിക്കും. 29 ഡിസംബറിൽ നമുക്ക് 1% പ്രോഫിറ്റ്, 5 ജനുവരിയിൽ 0.97%, 12 ജനുവരിയിൽ 0.75, 19 ജനുവരിയിൽ 0.17, അതുപോലെ തന്നെ 2 ഫെബ്രുവരിയിൽ 0.81, 9 ഫെബ്രുവരിയിൽ 1.08, അതുപോലെ തന്നെ 2 മാർച്ചിൽ 0.94. അപ്പോൾ ടോട്ടൽ നമ്മൾ ഏകദേശം 3 മാസത്തിലായിട്ട് 10 ട്രേഡ്സാണ് എടുത്തത്. ഏകദേശം 2-3 വീക്ക് നമ്മൾ അവോയ്ഡ് ചെയ്തിരുന്നു. ഏകദേശം 10 ട്രേഡ്സാണ് എടുത്തത്. 10 ട്രേഡ്സിൽ നമ്മൾ 22 ഡിസംബറിൽ മാത്രമാണ് നമ്മളൊരു നെഗറ്റീവ് റിട്ടേൺ, അതും വളരെ ചെറിയൊരു നെഗറ്റീവ് റിട്ടേൺ മാത്രമാണ് നമ്മൾ മാർക്കറ്റിന് കൊടുത്തിട്ടുള്ളൂ. ബാക്കി നമ്മൾ ശക്തമായിട്ട് മുമ്പോട്ട് പ്രോഫിറ്റിലാണ് പോയത്. അതുപോലെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ ഈ ഒരു 19 ജനുവരിയിൽ മാത്രമാണ് നമ്മൾ ചെറിയൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തത്, 0.17. ബാക്കി എല്ലാ ടൈമിലും നമ്മൾ മിനിമം 0.7 to 1% ഉള്ളിൽ തന്നെ നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജി പഠിക്കുന്ന സമയത്ത് നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.7% തൊട്ട് 1% വരെ വീക്കിലിയിൽ നമ്മൾ പ്രോഫിറ്റ് അച്ചീവ് ചെയ്യുന്ന ഉള്ളതായിരുന്നു. അപ്പം അതിമനോഹരമായിട്ട് ഈ ഒരു സ്ട്രാറ്റജി അപ്ലൈ ആയിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ചാർട്ട്, ഈ ഒരു ലൈൻ ചാർട്ടിൽ നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേനും അതിശക്തമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് ഡിസംബറിൽ ഈ ഒരു 0 എന്ന പെർസെൻറ്റേജിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ ആദ്യമേ 0.67%-ലെത്തി. അതിനുശേഷം 15 ഡിസംബർ ആയി കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ വീണ്ടും 0.79% കൂടെ ആഡ് ചെയ്ത് 1.46%-ലേക്ക് വന്നു. അതിനുശേഷം നെക്സ്റ്റ് വീക്കിൽ നമ്മൾ ഒരു ചെറിയൊരു നെഗറ്റീവ് സംഭവിച്ചു, 0.32 കുറഞ്ഞു പോയി. അതായത് 1.46 നിന്ന് കുറഞ്ഞ് 1.14-ലേക്ക് വന്നു, ചെറിയൊരു താഴോട്ട് വന്നു. നമ്മുടെ ആ പ്രോഫിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് താഴോട്ട് വന്നു. പക്ഷേ അതിനുശേഷം നമ്മൾ പതിയെ ബാക്കി 2.14-ലേക്ക് പോയി അടുത്ത വീക്കിൽ. അതിനുശേഷം മുകളിലേക്ക് പോയി 3 ക്രോസ് ചെയ്തു, അതിനുശേഷം 4 ക്രോസ് ചെയ്തു. അതിനുശേഷം 4 ക്രോസ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയൊരു പ്രോഫിറ്റാണ് ജനറേറ്റ് ചെയ്തത് 19 ജനുവരിയിൽ. അതിനുശേഷം വീണ്ടും നമ്മൾ മുകളിലേക്ക് പോകുന്നു, അതിശക്തമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. നമ്മൾ കൃത്യമായിട്ട്
റൂൾസ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ഓപ്ഷൻ സെല്ലിങ്ങിലൂടെ നമ്മൾ പതിയെ ആയിരിക്കും ഗ്രോത്ത് ജനറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ റൂൾസ് ബ്രേക്ക് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഗ്രാഫിൽ ഒരിക്കലും ഇങ്ങനെ പോകുന്ന ഗ്രാഫിൽ സഡനായിട്ട് താഴോട്ടുള്ള ഫാൾ ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ റൂൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കൃത്യമായിട്ട് ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജി പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് പഠിച്ച് പേപ്പർ ട്രേഡ് ചെയ്തതിന് ശേഷം പതിയെ സ്റ്റാർട്ടിങ്ങിൽ ചെറിയ ക്യാപിറ്റലിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിട്ട് നല്ല ഒരു അതിശക്തമായിട്ട് നമ്മളത് പഠിച്ചതിന് ശേഷം മാത്രം നമുക്ക് വളരെ വലിയ ക്യാപിറ്റൽസ് ഇട്ടും ഈ ഒരു ട്രേഡിങ്ങിൽ ഈ ഒരു സ്റ്റൈലിൽ നിന്ന് നല്ലൊരു വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു ട്രേഡ്സ് എല്ലാം ലൈവായിട്ട് എൻട്രി എടുത്തതാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് ബാക്കിയുള്ളവരും ആ പഠിക്കുന്ന എല്ലാവരും ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയിട്ട് എൻട്രീസ് എടുത്ത് മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും അവരെല്ലാവരും സ്വന്തമായിട്ട് കേപ്പബിലിറ്റിയിൽ വന്ന് സ്വന്തമായിട്ട് എൻട്രീസ് എടുത്ത് മുമ്പോട്ട് പോകാനും സാധിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ 3 മാസം മുമ്പ് വീഡിയോസ് ചെയ്തിരുന്നു. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോ വീക്കിലും ഓരോ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഓൾ സമ്മറിയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് എക്സ്ട്രാ ഈ ഒരു ഓപ്ഷൻ സെല്ലിങ്ങിലേക്കൊന്നും വരാത്തവരാണെങ്കിൽ അവർക്ക് ഒരുപക്ഷെ അതിൻ്റെ കൺസെപ്റ്റുകളൊന്നും അറിയത്തില്ലായിരിക്കും. നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ബേസിക് തൊട്ട് അഡ്വാൻസ് ലെവൽ വരെ കംപ്ലീറ്റ് ആയിട്ട് തിയററ്റിക്കൽ സെക്ഷൻ ഒരു നല്ലൊരു വീഡിയോ, അതിനൊപ്പം തന്നെ ഓപ്ഷൻ സെല്ലിംഗ് പ്രോ സ്ട്രാറ്റജിയുടെ ഒരു വീഡിയോ, അതിനുശേഷം പ്രാക്ടിക്കലായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു വീക്ക്ലി ട്രേഡ്, അതിനുശേഷം അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾസ്, നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടാത്ത റൂൾസ്, ഈ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ പ്ലേലിസ്റ്റ് സെക്ഷൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അതിനൊപ്പം തന്നെ ഒരു ടെലിഗ്രാം ചാനൽ ലൈവായിട്ട് എൻട്രീസ് ഞാനെടുക്കുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എടുക്കുന്ന ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള എൻട്രീസും എല്ലാം കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. അതുപോലെ തന്നെ പ്രീവിയസ് ടൈമിൽ എടുത്ത എൻട്രീസ് കണ്ടും പഠിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ നല്ലൊരു വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. വളരെ മിനിമൽ കോസ്റ്റിലാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എവിടെ പോയി വേണമെങ്കിലും നോക്കാം. നിങ്ങൾക്ക് മിനിമം ഒരു 3000, 4000, 5000, 10000 ഒക്കെ ആയിരിക്കും ഈ ഒരു ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ ഏതൊരു സ്ട്രാറ്റജി പഠിക്കണമെങ്കിലും. നമ്മൾ ഏകദേശം ഒരു 500, അതായത് 500 രൂപ താഴെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു പ്രൈസ് ഇപ്പോൾ നിലവിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവസരം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. വളരെ മിനിമൽ കോസ്റ്റിലാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് പഠിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിച്ച് നിങ്ങൾക്ക് ഇത് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഡയറക്റ്റായിട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നല്ലൊരു അവസരമായിരിക്കും. നിങ്ങൾക്കും പഠിച്ച് മുമ്പോട്ട് പോകാം. മാർക്കറ്റിൽ ഒരുപാട് സ്ട്രാറ്റജീസും ഒരുപാട് കാര്യങ്ങളൊക്കെ കിട്ടും. അതായത് 1-2 ദിവസങ്ങൾ കൊണ്ട് വളരെ വലിയ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്ട്രാറ്റജീസും ഒരുപാട് വീഡിയോസൊക്കെ ലഭിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് നല്ല സ്ട്രാറ്റജീസ് വേണം. നല്ല കോമൺ സ്റ്റാൻഡേർഡ് ഉള്ള സ്ട്രാറ്റജീസ് വേണം. അതിൻ്റെ അകത്ത് ഒരു സ്ട്രാറ്റജിയാണിത്. അപ്പം ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഒരുപാട് ടൈമൊന്നും വേണ്ട, അധികം എഫേർട്ടും വേണ്ട. ജസ്റ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കിയെടുക്കുക. എൻട്രീസ് എടുത്തിട്ട് ജസ്റ്റ് മാർക്കറ്റ് ഒന്ന് വാച്ച് ചെയ്ത് ജസ്റ്റ് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ മാത്രം വരുത്തി നിങ്ങൾക്ക് എൻട്രീസ് എടുത്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ നിലവിൽ നമ്മൾ 3 മാസം കൊണ്ട് ഏകദേശം 3, 4, 5, 6.86% റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 6.86%. അപ്പം നല്ലൊരു റിട്ടേൺ ആണ്. 3 മാസം നമ്മൾ FT ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 7% റിട്ടേൺ ഒക്കെ ആയിരിക്കും മാക്സിമം നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം നമ്മൾ 3 മാസം കൊണ്ട്, അത് ഇയർലിയിലാണ് 7%. നമ്മളിപ്പോൾ 3 മാസം കൊണ്ട് 7% എത്തിയിരിക്കുന്നു. അപ്പം നമ്മൾ ഇതേ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടാണെങ്കിലും മുമ്പോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു 4-7-28, അതായത് 12 മാസത്തിനുള്ളിൽ നമുക്ക് ഏകദേശം 28% റിട്ടേൺ നമുക്ക് ഒരു ഇയർലിയിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം 28 നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് 30-35% ആണ്. അപ്പോൾ കുറച്ചും കൂടെ നമ്മളൊന്ന് ഫോക്കസ് ചെയ്ത് കുറച്ചും കൂടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ വരുത്തി കുറച്ചും കൂടെ നമ്മുടെ പ്രോഫിറ്റ് ഒന്ന് ജനറേറ്റ് ചെയ്ത് കുറച്ചും കൂടെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തി കുറച്ചും കൂടെ ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് 30-35% അതിശക്തമായിട്ട് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതൊരു അമേസിങ് റിട്ടേൺ ആയിട്ട് നമ്മുടെ ഒരു ക്യാഷ് നമ്മൾ നല്ലൊരു ബിസിനസ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റിൽ നമുക്കിത് യൂട്ടിലൈസ് ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ 1,00,000 രൂപയിൽ നിന്ന് 1 കോടി രൂപയിലേക്ക് എത്തുന്ന ജേണി അതിശക്തമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു ചെറിയൊരു ക്വാർട്ടർലി റിസൾട്ട് മാത്രമാണ് ഇതുവരെ വന്നിട്ടുള്ളൂ. ഇനി മുമ്പോട്ട് അമേസിങ് റിട്ടേണിലേക്ക് പോകണം. നമുക്ക് അമേസിങ് വെൽത്ത് ജനറേറ്റ് ചെയ്യണം. ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട്, പക്ഷേ ഈ ഒരു വീഡിയോ വളരെ ഇൻഫർമേറ്റീവ് ആണ്. അപ്പം തീർച്ചയായിട്ടും ബാക്കിയുള്ളവരിലും കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.